നന്ദുവിൻ്റെ കൈയിൻ്റെ ചൂടറിഞ്ഞ അനാമിക അയ്യോ കാണാൻ പറ്റുന്നില്ല. നാളത്തെ വൺ സീന് ഇത് നിങ്ങൾ കണ്ടായിരിക്കും. ഇത് ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് ഇതില്ല, കേബിളില്ല. അപ്പം ഒരു ലൈനാണ് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു അമ്മൂമ്മ ഓടുക. ഞാൻ വിചാരിച്ചു എന്തോ വിഷയമെന്ന് വിചാരിച്ചാൽ അമ്മൂമ്മ ഒരു ബാക്കിൽ നിന്ന് ഓടി. എന്തോ മക്കളെ പത്തരമായിട്ട് നാളത്തെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എനിക്ക് ഓടും. അപ്പോൾ ഞാൻ പറഞ്ഞ ഹോട്ട്സ്റ്റാർ കാണിച്ചിരുന്നു. അങ്ങനെ കാണിച്ചാണ് ഇത് നാളത്തെയാണ്. നാളത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കാണാൻ പറ്റുന്നില്ല കേസ്. എനിക്ക് കണ്ടു തീർക്കാൻ പറ്റിയില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. നന്ദു ആരാണ്? ഈ പെണ്ണാണ് നന്ദു. നന്ദു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കിടന്നപ്പോഴത്തേക്കും നന്ദുവിനെ കാണാൻ വേണ്ടി മറ്റേ പയ്യൻ വന്നു. ആര്? മറ്റേ കല്യാണം കഴിച്ച പയ്യനെ. അപ്പോൾ ആ പയ്യൻ എന്തോ സാരി എന്തോ കൊണ്ട് കൊടുത്തിട്ട് കവറിൽ കൊടുത്തപ്പോഴത്തേക്കും വിഷയമായപ്പോഴത്തേക്കും ഭാര്യ പറയണം അതെന്താണ് അവൻ കൊടുത്താലേ പറ്റുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ് സീനാവും നമ്മൾ. പിന്നെ ഞാനെന്തിനാണ് നിൽക്കണമെന്ന് പറയും ഭാര്യ ചെയ്യൂടായി. അപ്പോഴത്തേക്കും എന്തിനാ കവർ കൊടുത്തതെന്ന് അറിയണമല്ലോ. അങ്ങനെ അറിയാൻ വേണ്ടി അവരെ പെൺപടകളെല്ലാം കൂടെ ഒരു കാറിൻ്റെ അകത്ത് ഇടിച്ച് കയറി. ഡ്രൈവർ ഉണ്ടോയെന്ന് പോലും നമുക്ക് അറിഞ്ഞു. ഡ്രൈവർ ഇല്ലെന്ന് തോന്നുന്നു. കാര്യം അവർ തന്നെ കയറിയൊക്കെ ഓടിച്ചെന്ന് ബാക്കിൽ ഡിക്കിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ കുറേ ടീമുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം കൂടെ വന്നിട്ട് നന്ദുവിന് തെറി ചൂടാവുകയാണ്. ഹേ ഓ ഹേ നന്ദുവിന് ദേഷ്യം വന്നു. നന്ദു സിംഗപ്പെണ്ണ് നന്ദു ആടി അടിച്ചു കൊടുത്തു. ഞാൻ നോക്കിയപ്പോൾ സാധാരണ നമ്മളൊക്കെ ഈ കവലക്കുറ്റി അടിക്കുമ്പോൾ എങ്ങനെയും തറയാണ് വീഴുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഈ നായിക ഇത്തിരി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നായിക അങ്ങൊക്കെ എവിടെയൊക്കെ ഉരുണ്ടൊക്കെ പോകുന്നത്. ഞാൻ കരുതി അത് ഉരുണ്ട് ചെന്ന് തൊട്ടടുത്ത് ഇരിക്കുന്നവർ മുഴുവനൊക്കെയാണ് വിചാരിച്ചത്. ഞാൻ നോക്കിയപ്പോൾ ക്യാമറ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്യാമറ ഫാനിൻ്റെ മേളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു സംഭവം. അങ്ങനെ നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കണം നന്ദുവിന് വയ്യായിരുന്നു. മനസ്സിലായി എല്ലാ വഴിയും ഓൺലൈനിലൊക്കെ. പക്ഷെ നന്ദു വയ്യാത്തതുകൊണ്ട് തന്നെ മരുന്ന് മേടിച്ചാണ് അതങ്ങനെ അവൻ കൊണ്ടുവരണം. അപ്പോൾ അവർ പാക്ക് ചെയ്യുന്ന ഒരു കാറ് വണ്ടി പറഞ്ഞു ഡേ പാണ്ടിയപ്പുറേ എന്നൊക്കെ പാണ്ടിത്തുറയിൽ അപ്പോൾ എന്നടാ സൊല്ലടാന്ന് പറഞ്ഞ് അവരൊക്കെ പറഞ്ഞ അടി ഉണ്ടാക്കണം. പക്ഷെ നന്ദു നിരപരാധിയാണ്. ഞാനിത് മൊത്തം കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങൾക്കൊരു വീഡിയോ ഇടുന്നതായിരിക്കും. നിറകണ്ണുകളോടെ മാത്രമേ കാണാൻ പറ്റുന്നൊരു സീരിയലാണ് ഗ്യാസ് നന്ദുവിൻ്റെ പരമ്പര. ഇനിയിപ്പോൾ എന്തായാലും ബാക്കിയുണ്ട്, നിങ്ങളത് മസ്റ്റായിട്ട് വാച്ചാണ്. പിന്നെ അതുപോലെ തന്നെയാണ് തമ്മിലെ കൊടുത്തേക്ക് ഞാൻ ഇങ്ങനെ കൊടുത്തേക്ക് നന്ദു കരണം കുറ്റി അടിച്ച് പൊട്ടിച്ചെന്ന് പറഞ്ഞു ഗ്യാസ്. നിറകണ്ണുകളോടെ ഞാൻ അടുത്ത ഭാഗം കണ്ടോട്ടെ. ഓക്കെ.